കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെയും ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. ഭരണകക്ഷിയുടെ നയരൂപീകരണ കേന്ദ്രമായ AKG സെന്ററിലെ ഇടനാഴികളിൽ വരെ ഈ കള്ളക്കടത്ത് ശൃംഖലയുടെ വേരുകൾ പടർന്നിട്ടുണ്ട് എന്ന ഗൗരവകരമായിട്ടുള്ള ആക്ഷേപം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും രാജ്യസഭാംഗവുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ കേന്ദ്രീകരിച്ച് പുറത്തുവരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഈ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിതമല്ല എന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതാണെന്നും പ്രതിപക്ഷം അവകാശപ്പെടുമ്പോൾ ഭരണകൂടത്തിന്റെ സുതാര്യതയും ധാർമ്മികതയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അവകാശപ്പെടുന്ന ഒരു സർക്കാരിന്റെ മറവിൽ സ്വർണ്ണക്കൊള്ളയും സമാന്തര രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയും ഒക്കെ തന്നെ വളരുന്നുണ്ടോ എന്ന ആശങ്ക പൊതുസമൂഹത്തിൽ ഇപ്പോൾ ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ ജോൺ ബ്രിട്ടാസിനെതിരെ ഉയരുന്ന സ്വർണ്ണക്കടത്ത് ബന്ധം അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണെന്നാണ് ആരോപണങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. PV അൻവർ MLA ഉന്നയിച്ച വെളിപ്പെടുത്തലുകൾ ഈ വിവാദത്തിന് പുതിയൊരു ദിശ നൽകിയിരിക്കുകയാണ്. മാധ്യമരംഗത്തെ മുൻ പരിചയവും ഭരണസ്വാധീനവും ഉപയോഗിച്ച ഇത്തരം കുറ്റകൃത്യങ്ങളെ വെള്ളപൂശാനും തെളിവുകൾ നശിപ്പിക്കുവാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഭരണകക്ഷി കൃത്യമായുള്ള മറുപടി നൽകേണ്ട ബാധ്യതയുണ്ട്. സംസ്ഥാനത്തെ ഉന്നത അധികാര കേന്ദ്രങ്ങൾ കുറ്റവാളികളുടെ സുരക്ഷിത താവളമായി മാറുന്നുവെന്ന നിരീക്ഷണം ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു വശത്ത് തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രിയും മറുവശത്ത് ഗൗരവപരമായിട്ടുള്ള സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ നേരിടുന്ന MPയും സർക്കാരിന്റെ മുഖങ്ങളായിട്ട് തുടരുന്നത് ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഭരണകൂടം അഴിമതിക്കും കള്ളക്കടത്തിനും ഒത്താശ ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് കേരളത്തിന്റെ അഭിമാനത്തിന് വലിയ ക്ഷതം ഏൽപ്പിക്കുകയാണ്. ഭരണകൂടം കള്ളക്കടത്ത് സംഘങ്ങളുടെ വിടുപണി ചെയ്യുകയാണെന്ന വിമർശനം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സമീപകാല സംഭവങ്ങളൊക്കെ തന്നെ വികസിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസ് MPയും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നതോടെയാണ് ഈ ആരോപണങ്ങൾ ഇപ്പോൾ കൂടുതൽ സങ്കീർണമായത്. UDF കൺവീനർ അടൂർ പ്രകാശ് MP ഈ വിഷയത്തിൽ ഉന്നയിച്ച പരാതികൾ ഗൗരവമുള്ളതാണ്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുടെ രേഖകൾ പുറത്തുവിടാൻ തയ്യാറാണെന്ന വെല്ലുവിളി ഭരണപക്ഷത്തെ ഏറെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ്. അധികാരത്തിന്റെ തണലിൽ നടക്കുന്ന ഇത്തരം ഇടപെടലുകൾ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്നതാണെന്ന വാദം ഇവിടെ ഉയരുന്നുണ്ട്. എന്നാൽ തനിക്കെതിരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളെയും ജോൺ ബ്രിട്ടാസ് MP നിഷേധിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു ബന്ധമില്ലെന്നും താൻ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അനാവശ്യമായിട്ട് തന്റെ പേര് വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അടൂർ പ്രകാശ് മുന്നറിയിപ്പ് നൽകുന്നത്. എങ്ങനെ ഈ ഫോൺ രേഖകൾ ലഭിച്ചു എന്നതിനെക്കുറിച്ചും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. CPM നേതാക്കൾ നേരിടുന്ന ഈ രാഷ്ട്രീയ കുരുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് വഴിമാറുമെന്നാണ് സൂചന. ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അടൂർ പ്രകാശും ഇവിടെ വ്യക്തത വരുത്തുന്നുണ്ട്. തന്റെ മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധി പരിചയപ്പെടുത്തിയതെന്നും അത് കേവലം ഒരു പ്രസാദം നൽകുന്ന ചടങ്ങ് മാത്രമായിരുന്നു എന്നുമാണ് അടൂർ പ്രകാശ് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല സംഗതികൾ കിടക്കുന്നത് എന്നാണ് ഭരണപക്ഷത്തെ പലരും ആരോപിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളും ചോദിക്കുന്നത് ഗോവർദ്ധനും ഉണ്ണികൃഷ്ണ പോറ്റിയും എന്തിനാ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി, എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തി എന്നുള്ള ചോദ്യങ്ങളാണ്. ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവില്ല എന്നാണ് അടൂർ പ്രകാശൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ഈ സ്വർണ്ണക്കടത്ത് വിവാദം ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത്. ഈ കേസ് അന്വേഷണം മുറുകുന്നതോടെ ഭരണശിലാ കേന്ദ്രത്തിലെ കൂടുതൽ മുഖങ്ങൾ വെളിച്ചത്ത് വരും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ജനങ്ങൾക്ക്. അതായത് അയ്യപ്പന്റെ മുതൽ കട്ടവരാരാണ്, എന്തിനാണ് കട്ടത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ CBI അടക്കം ഇടപെടണം എന്നുള്ള ആവശ്യം വരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയുള്ള ആരോപണം ആദ്യം രംഗത്തെത്തിച്ചത്. 500 കോടിയുടെ സാമ്പത്തിക ഇടപാട് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളത് പുറത്തു പറഞ്ഞതും SITക്ക് മൊഴി നൽകിയതുമൊക്കെ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞ മലയാളി വ്യവസായിയുമായി സംസാരിച്ചതിന് ശേഷമാണ് D മണി അടക്കമുള്ളവരെ SIT പിടികൂടിയതും ചോദ്യം ചെയ്തത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഒരുപക്ഷെ ശബരിമല തന്നെയായിരിക്കാം.
മറ്റ് പെണ്ണ് കേസുകളോ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ കുൽസിതങ്ങളോ ഒന്നും പുറത്തു വന്നില്ല എങ്കിൽ ശബരിമലയിലെ സ്വർണം ആര് കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയി, ആർക്ക് വിറ്റു, ആരാണ് ലാഭം കൊയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. മാത്രമല്ല, എങ്ങനെയാണ് ഇത്രയും ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതെന്നുള്ള വലിയ ചോദ്യം ഇവിടെ വരുന്നുണ്ട്. BJPയുടെ ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മ ഒരിക്കൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അന്ന് സോണിയാഗാന്ധിയെ കാണാൻ പറ്റാത്തതിന്റെ പേരിലാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പിണങ്ങി BJPയിലേക്ക് എത്തിയത്. മറ്റൊരാൾ കരുണാകരനാണ്. രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ബുദ്ധിമാനായ കരുണാകരൻ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം മറ്റൊരു പാർട്ടിയുമായി രംഗപ്രവേശനം ചെയ്തത്. അരുണാചൽ പാർലമെന്ററി പാർട്ടി കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയെ കാണാനായി പോയിട്ട് സോണിയാഗാന്ധിയെ കാണാൻ കഴിയാതെ വന്നപ്പോഴാണ് അവർ ഒന്നടങ്കം BJPയിലേക്ക് ചേർന്നത്. അത്രയ്ക്ക് വിലയുണ്ട് സോണിയാഗാന്ധിയുടെ ഓരോ അപ്പോയിന്റ്മെന്റിനും. അത്ര ലക്ഷങ്ങൾ വിലയുള്ള സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് രണ്ട് കള്ളന്മാർക്ക് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം, അതിന് കോൺഗ്രസ് വ്യക്തത വരുത്തിയേ മതിയാകൂ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വിശ്വാസങ്ങൾ ഒരിക്കലും പിന്തുണയ്ക്കുന്ന ഒരാളല്ല സോണിയാഗാന്ധി. ഹിന്ദു വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരാളുമല്ല. അവരൊരു ക്രിസ്ത്യൻ വിശ്വാസത്തെ മുറുകെ പിടിച്ച് പോകുന്നവരാണ്. ആ സോണിയാഗാന്ധിക്ക് എപ്പോഴാണ് അയ്യപ്പനോട് ഇത്ര സ്നേഹം തോന്നിയത്? അയ്യപ്പന്റെ പ്രസാദം സോണിയാഗാന്ധിക്ക് എത്തിച്ചു കൊടുക്കാൻ തന്ത്രിയോ മേൽശാന്തിയോ വരാതെ എങ്ങനെയാണ് വെറും പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്? പ്രസാദം കൊടുക്കാൻ ഗോവർദ്ധൻ അവിടെ എത്തിയത് എങ്ങനെയാണ്? ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സംസാരിച്ചതും സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയതും? അതായത് ഗോവർദ്ധൻ നേരത്തെ ബെല്ലാരി MP ആയിരുന്നു സോണിയാഗാന്ധി. ബെല്ലാരിയിലെ MP ആയ സോണിയാഗാന്ധി അവിടെ നിന്ന് മാറി മറ്റു സ്ഥലത്ത് മത്സരിച്ച് വിജയിച്ചപ്പോൾ എങ്ങനെയാണ് ബെല്ലാരിയിൽ സോണിയാഗാന്ധിക്ക് ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഉടമയെ അറിയാൻ കഴിഞ്ഞത്? ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാണ്. മാത്രമല്ല, സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഗണപതി എന്നു പേരുള്ള ഒരു പുരാവസ്തു സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിലേക്ക് കേരളത്തിലെ നിരവധി, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള നിരവധി അമൂല്യമായ വസ്തുക്കൾ എത്തിയെന്നുള്ള ആരോപണങ്ങൾ BJP അടക്കം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? അയ്യപ്പൻ ഇറ്റലിയിലേക്ക് എത്തിയോ അതോ റോബർട്ട് ഭദ്ര കടത്തിയോ? ഇതൊക്കെയാണ് ചോദ്യം. സോണിയാഗാന്ധിയുടെ മരുമകനും ഇവിടെ സംശയത്തിന്റെ നിഴലിലാണ്. തീർച്ചയായിട്ടും ഇത് ഭരണപക്ഷത്തെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നോ അതിന്റെ ഇരട്ടിയായി പ്രതിപക്ഷത്തെ ഇത് പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇട്ടാമുട്ട ന്യായങ്ങൾ പറഞ്ഞ് ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം എന്നാണ് കോൺഗ്രസിന്റെ ചിന്തയെങ്കിൽ ഇക്കാര്യത്തിൽ അത് നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് വിശ്വാസികൾ ഒന്നടങ്കം ഇറങ്ങും, ഇല്ലെങ്കിൽ അവരെ ഇറക്കാൻ BJPക്ക് നന്നായിട്ടറിയാം. BJP കൃത്യമായ പ്ലാനിങ്ങോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ശബരിമല വിഷയം അവരെടുക്കുന്നില്ല എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നയുടൻ ശബരിമലയിൽ കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ BJPക്ക് കഴിയും. ഇവിടെ പിടിച്ചു നിൽക്കാൻ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ കഴിയാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കൃത്യമായ ഉത്തരം പറയണം. മാത്രമല്ല, ഈ കേസ് അന്വേഷിക്കാൻ CBI കൂടെ എത്തിയാൽ ഒരുപക്ഷെ ശബരിമല അയ്യപ്പനെ എങ്ങോട്ടാണ് കടത്തിയത് അവിടെ നിന്ന് കൊണ്ടുപോയവർക്ക് തിരിച്ച് ശബരിമല സന്നിധാനത്ത് എത്തിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.